ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. ആശുപത്രിയിൽ ചെന്ന് മുറിവൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്ത് നിത്യക്കുള്ള മരുന്നും വാങ്ങി ഭദ്രനും നിത്യയും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എടി, ഇനി ഇമാതിരി പരിപാടി കാണിക്കരുത്, കുരുട്ടടക്കെ. നീ ആരടി എന്നെ രക്ഷിക്കാൻ? എനിക്കും ആദ്യം ഈ വെട്ടുകുത്തൊരു പ്രശ്നമല്ല. ഇനിയെങ്ങാനും ഇതുപോലെ ചാടി വന്നാൽ ആദ്യം നിന്നെ വിടുന്ന ഞാനായിരിക്കും, ഓർത്തോ. ഭദ്രൻ അത് ദേഷ്യത്തോടെ പറഞ്ഞ് ഒരു ഓട്ടോ വിളിച്ചു. അതവിടെ മുന്നിൽ നിന്നപ്പോൾ ഭദ്രൻ കയറിയിരുന്നു. എന്നാൽ നിത്യ വണ്ടിയിൽ കയറാതെ മുഖം വീർപ്പിച്ച് അവിടെ തന്നെ നിന്നു. ഓ, നിന്നെ താല്പര്യത്തെ സ്വീകരിക്കണോ? ഇങ്ങോട്ട് കയറടി. ഭദ്രൻ അലറി. നിത്യക്ക് ഇത്തിരി പേടിയൊക്കെ വന്നാലും അവൾ അവിടെ തന്നെ നിന്നോട് ചോദിച്ചു, എന്നെ ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഞാൻ വരുന്നില്ല, ഒറ്റക്കൊന്ന് പോക്കോ. മുഖം വീർപ്പിച്ചുകൊണ്ട് നിത്യ പറഞ്ഞു. ഭദ്രന് ദേഷ്യം അതിൻ്റെ കൊടുമുടിയിലെത്തി. അവൻ നടു റോഡും ആശുപത്രി പരിസരമായതുകൊണ്ട് മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു. നീ ഇങ്ങ് വാ ശ്രീ, വഴക്ക് പറഞ്ഞതിന് സോറി. ഭദ്രൻ ദേഷ്യം കടിച്ചപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവിടെ ശ്രീ എന്ന് വിളിച്ചതിലും സോറി പറഞ്ഞതിലും നിത്യയുടെ മുഖം വിടുന്നു. അവൾ ചാടി ഓട്ടോയിൽ കയറിയിരുന്നു. ഓട്ടോക്കാരൻ ഇതൊക്കെ കണ്ട് ചിരിയോടെ വണ്ടിയെടുത്തു. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നിത്യയുടെ ഇടുപ്പിലൂടെ എന്തോ ഇടിയുന്നത് പോലെ തോന്നിയവൾ ഞെട്ടിപ്പിടഞ്ഞു നോക്കി. ഭദ്രന്റെ കൈയായിരുന്നത്. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തിരുത്തിയവളെ. നിത്യയുടെ ശരീരത്തിൽ കൂടെ ഒരു സുഖമുള്ള വിറയിൽ കയറിപ്പോയി. അവൾ ഭദ്രന്റെ മുഖത്തേക്ക് നോക്കി. ഭദ്രൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചുരിദാറിന്റെ അടിയിൽ കൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ നിന്ന് അമർത്തിപ്പിച്ച്. ആ അമ്മേ! നിത്യ നിലവിളിച്ചുകൊണ്ട് അവനിൽ നിന്നും മാറി. വേദന കൊണ്ട് നിത്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ നിറഞ്ഞ കണ്ണാലെ ഭദ്രൻ നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ ഭദ്രൻ നെഞ്ചൊന്ന് വീങ്ങി. ആദിയോടൊപ്പം അവന്റെ ബുള്ളറ്റിൽ ആ വീടിന് മുന്നിലെത്തിയിരുന്നു നന്ദ. വലിയൊരു പറമ്പിന്റെ ഒത്ത നടക്കായി കാണുന്ന വലിയൊരു വീടായിരുന്നത്. ആദ്യം പുറത്തേക്ക് കയറി കയ്യിലുള്ള ചാവി ഉപയോഗിച്ച് വാതിൽ തുറന്നു. വാ കേറി, ആദ്യം വിളിച്ചു. നന്ദ വലതുകാലം വെച്ച് കയറി. എന്നാൽ ഇവരെ ഫോളോ ചെയ്തു വന്ന വിഷ്ണു അവൻ്റെ ആളുകളെ വിളിച്ചിരുന്നു. ഓട്ടോ വീണ്ടും മുന്നോട്ട് പോയി. നിത്യ ഭദ്രനെ നോക്കാതെ തന്നെ ഇരുന്നു. ഭദ്രൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും നിത്യ നോക്കാത്തത് കണ്ട് ഭദ്രന് ദേഷ്യം വന്നു. പിന്നെ അവനും നോക്കാൻ നിന്നില്ല. അപ്പോഴാണ് ഓട്ടോക്കാരൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടത്. ഭദ്രൻ നിത്യയും മുന്നോട്ടാഞ്ഞു. എന്താ ചേട്ടാ, എന്ത് പറ്റി? എന്തിനാ ഇവിടെ നിർത്തിയത്? ഭദ്രൻ ചോദിച്ചു. അറിയില്ല, അവിടെ മുഴുവൻ ആൾക്കൂട്ടാണ്, ഓട്ടോക്കാരൻ പറഞ്ഞു. ശ്രീ, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഭദ്രൻ അതും പറഞ്ഞ് ഓട്ടോയിൽ നിന്നിറങ്ങി. അവനവിടെ കൂടി നിന്ന ആളുകളിൽ ഒരാളോട് ചോദിച്ചു, എന്താ ചേട്ടാ പ്രശ്നം? ഇതിവിടെ സ്ഥിരമാ. ഇവിടെയുള്ളൊരു ഹരിദാസ് ഇല്ലേ, ഹരിനന്ദന തറവാടിലെ പുതുപ്പണക്കാരൻ ചേറ്റ, അയാളുടെ ആളുകളാണ് ഇതൊക്കെ. ഇവന്മാർ റോഡിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളോട് അസഭ്യം പറയും, എവിടെയെങ്കിലും കയറി പിടിക്കും. വളരെ പതുക്കെയും ചുറ്റും നോക്കിയിട്ടും അയാൾ പറഞ്ഞു നിർത്തി. ഭദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു. അപ്പോൾ ഇത് പോലീസിൽ അറിയിച്ചൂടെ? ഭദ്രൻ ചോദിച്ചു. അതിപ്പോൾ അറിയാതിരിക്കുക ഭേദം, എല്ലാം അവൻ്റെ ആളുകളാണ്, ആ ഹരിദാസിൻ്റെ, അയാൾ പറഞ്ഞു. ഭദ്രന്റെ ദേഷ്യം ഉച്ചയിലെത്തിയിരുന്നു. അവൻ അവരെ നോക്കി. അപ്പോഴേക്കും അവിടുത്തെ പ്രശ്നം തീർന്നിരുന്നു. എല്ലാവരും വണ്ടിയെടുത്ത് പോവാൻ തുടങ്ങി. അവന്മാരാണെങ്കിൽ ഒരു പൂച്ചച്ചിരിയുടെ സൈഡിൽ ഒതുക്കിയിട്ട ജീപ്പിൽ കയറിയിരുന്നു. ഭദ്രൻ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിത്യയുടെ അടുത്തേക്ക് പോയി. അവൻ വരുന്നത് നോക്കിക്കൊണ്ട് ഓട്ടോയുടെ പുറത്ത് നിന്ന് നിത്യക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ശ്രീ, നീ എൻ്റെ കൂടെ വന്നേ. ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ ഭദ്രേട്ടാ, കാര്യം പറ, നിത്യ ചോദിച്ചു. ചേട്ടാ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ, ഭദ്രൻ പറഞ്ഞു. ഓട്ടോക്കാരൻ തലകുലുക്കി സമ്മതിച്ചു. ഭദ്രൻ നിത്യയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഭദ്രേട്ടാ, എന്താ കാര്യം? എന്തിനങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നേ? നിത്യ ചോദിച്ചു. നിന്റെ തന്ത ഹരിദാസിന്റെ ആളുകളുടെ കുത്തിക്കടപ്പ് ഇന്നത്തോടെ തീർത്തു കൊടുക്കാൻ, ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിത്യ ഒന്നും മനസ്സിലാവാതെ ഭദ്രന്റെ മുഖത്തേക്ക് നോക്കി. ഭദ്രന്റെ വീടിന് കുറച്ചകലെയായി നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും വാളും കത്തിയുമായി ചില ആൾക്കാരും. ആ, നിങ്ങൾ വന്നോ? ആ കാണുന്നതാ വീട്. ആ പെങ്കുച്ചിനൊന്നും പറ്റരുത്, ചെല്ല്, വിഷ്ണു പറഞ്ഞു. അവർ വിഷ്ണുവിനെ നോക്കി ഓക്കെ പറഞ്ഞതിന് ശേഷം ഭദ്രന്റെ വീടിന് നേരെ ചെന്നു. ഒരു ഗൂഢമായ ചിരിയോടെ കാറിൽ ചാരി നിന്ന് വിഷ്ണു പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടോട് ചേർത്ത് ആഞ്ഞു പുകച്ചു. അപ്പോഴേക്കും അവർ ഭദ്രന്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആദിയുടെ ബുള്ളറ്റ് അതിലൊരുത്തൻ ചവിട്ടി താഴെയിട്ടു. എന്തോ താഴെ വീഴുന്ന സൗണ്ട് കേട്ട് നന്ദയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആദ്യം ഞെട്ടിത്തിരിഞ്ഞു. നന്ദയും ഞെട്ടി. അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വന്നു. വീടിൻ്റെ ഉമ്മറത്തെത്തി ആദ്യം കാണുന്നത് പൂച്ചച്ചിരിയോടെ നിൽക്കുന്ന കുറച്ച് പേരെയാണ്. കയ്യിൽ വാളുണ്ട്. നന്ദ അത് കണ്ട് പേടിച്ചു പോയി. ആദ്യം ഒരു പൂച്ചച്ചിരിയോടെ അവരെ നോക്കി. എന്താണ് പ്രശ്നം? ആരത്തെല്ലാം വന്നതാ, എന്നെയോ അതോ ഭദ്രനെയോ? ആദ്യ ഷാട്ടിൻ്റെ കയ്യും മടക്കിക്കൊണ്ട് ചോദിച്ചു. എവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? അവനെ തന്നെ, അതിലൊരുത്തന്നെ ഒരു പൂച്ചച്ചിരിയോടെ പറഞ്ഞു. ഓഹോ, അപ്പോൾ ഭദ്രനെയല്ല, എന്നെയാണ്. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം, ആദ്യം പറഞ്ഞു. എന്തടാ? അവരിലൊരുത്തൻ ചോദിച്ചു.
ഈ ബുള്ളറ്റ് ആരാ തള്ളിയിട്ടേ? അല്ല, ഇനി അതിനെയും തല്ലാൻ വന്നാണോ? ആദ്യം ചോദിച്ചു. നീ എന്താടാ ആളെ കളിയാക്കുവാണോ? ഞാനാ ചവിട്ടി താഴെയിട്ടത്, നീ എന്നാ ചെയ്യും? അവരിൽ വേറൊരുത്തൻ ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ലട മോനെ, നിന്നെനിക്ക് ഇഷ്ടമായി, നീ അങ്ങോട്ട് മാറി നിൽക്കട്ടോ. ആദ്യം പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ നന്ദാദിയുടെ കയ്യിൽ പിടിച്ചു. ആദ്യം അവിടെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ആ കൈ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ഭദ്രൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല, നിത്യ പറഞ്ഞു. നീ അവരെ കണ്ടോ? അത് നിന്റെ തന്തയുടെ ആളുകളാണ്, പെൺകുട്ടികൾക്ക് മാന്യമായി നടക്കാൻ സമ്മതിക്കാത്ത ചേറ്റകൾ. ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് നിത്യ ഞെട്ടി. അവൾ നേരെ നോക്കി. ഒരു ജീപ്പിന്റെ സൈഡിലും മുകളിലുമായി 4-5 പേർ. നിത്യക്ക് അവളുടെ അച്ഛനോട് ദേഷ്യം തോന്നി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിത്യ ചോദിച്ചു. നീ അവന്മാരുടെ മുന്നിലൂടെ നടക്കണം, നിന്നെ തൊടാൻ വരുമല്ലോ അവര്, അപ്പൊ തീർക്കാവുമാടെ കഴപ്പ്. ഭദ്രൻ പറഞ്ഞു. മറുതൊന്നും പറയാതെ നിത്യ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾക്ക് അറിയാമായിരുന്നു ഭദ്രനുണ്ടെങ്കിൽ തൻ്റെ ദേഹത്തൊരു നുള്ളു മണ്ണ് വീഴാൻ ഭദ്രൻ സമ്മതിക്കില്ല എന്ന്. ഒരു പൊടി പോലും ഭയമില്ലാതെ ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി. അടിക്കട അവനെ, അതിലൊരുത്തൻ അലറി. ആദിയുടെ നേരെ ഓടി വന്നവനെ കാലിൽ ആഞ്ഞു ചവിട്ടി അവൻ്റെ വയറ്റിലിടിച്ച് നിലത്തേക്കിട്ടു. ആദിയുടെ ഇട കൊണ്ട് അവൻ നിലത്ത് കിടന്ന് പിടഞ്ഞു. അപ്പോഴേക്കും വേറൊരുത്തനും വന്ന് ആദിയുടെ നേരെ വാള് വീശി. ആദിയേട്ടാ! നന്ദ അലറി. അവൻ വീശിയ വാൾ ആദിയുടെ കഴുത്തിൽ കൊണ്ടുകൊണ്ടില്ലെന്ന രീതിയിൽ പോയി. ആദ്യം അവൻ്റെ കയ്യിൽ പിടിച്ച് മടക്കി ഒടിച്ചു. 3 പേരും കൂടെ ആദിയെ പിടിച്ചു വെച്ചു. ഈ പ്രാവശ്യം നന്ദ പുറച്ചു. ആദിയുടെ നേർക്ക് വാള കൊണ്ട് കുത്താൻ വേണ്ടി ഓടി വരുന്നവനെ 3 പേരെയും പിടിച്ച് വായിൽ ഉയർന്ന് ആദ്യം ആഞ്ഞു ചോദിച്ചു. അവനവിടെ കല്ലിൽ തലയടിച്ച് വീണു. ആദ്യം ഒരു ചിരിയോടെ നിലത്തേക്ക് വന്നു. ആദ്യയെ പിടിച്ചു വെച്ചിട്ടുള്ള ഒരാളെ പൊക്കിയെടുത്ത് ആദ്യം നിലത്തേക്ക് അടിച്ചു. മറ്റൊരാളുടെ വായിൽ ഇടിച്ച് തെറിപ്പിച്ചു. ആദ്യയുടെ ബുള്ളറ്റ് തട്ടിയവൻ അവൻ ആദ്യയുടെ പിറകിൽ നിന്ന് കഴുത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യവൻ്റെ താടിയിൽ നോക്കി തൻ്റെ കൈമുട്ട് കൊണ്ടിടിച്ചു. അവൻ താഴെ വീണു. ആദ്യവൻ്റെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കയറ്റി വെക്കടാ ബുള്ളറ്റ്! ആദ്യം അലറി. ബുള്ളറ്റ് ചവിട്ടി താഴെയിട്ടവൻ തന്നെ അത് വേഗം എടുത്ത് കയറ്റി വെച്ചു. അപ്പോൾ എല്ലാവർക്കും കിട്ടി ബോധിച്ചല്ലോ, വിട്ടേ എല്ലാതും. ഇനി ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നാളെ സ്റ്റാൻഡിൽ വന്നാൽ മതി, കോട്ടയം ബസ് സ്റ്റാൻഡിൽ. ആദ്യം പറഞ്ഞു. നന്ദ നെഞ്ചിൽ കൈവച്ചു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും വന്ന വഴിയെ ഓടി. ആദ്യം ബുള്ളറ്റിൽ കൈവച്ചു. വല്ലതും പറ്റിയോ? അവൻ്റെ പുറകിലായി നിന്നുകൊണ്ട് നന്ദ ചോദിച്ചു. ഒന്നും പറ്റിയില്ല, മറ്റേ കൊച്ചു വന്ന ഉടനെ അങ്ങ് പൊക്കോണം, ഇനി പരിസരത്ത് കണ്ടുപോകരുത്, ആദ്യം പറഞ്ഞു. ഓ, ഇവിടെ എപ്പോഴും നിൽക്കാൻ എന്നെ കെട്ടിക്കൊണ്ടുവന്ന വീടൊന്നല്ലല്ലോ. നന്ദ പിറുപിറുത്തു. എന്നാണ് നീ പിറുപിറുക്കുന്നേ? ആദ്യ ഗൗരവത്തിൽ ചോദിച്ചു. ഓ, ഒന്നുമില്ല, നന്ദ വീണ്ടും പുച്ഛിച്ചു. അത് കണ്ട് ആദ്യക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം അവന്മാരുടെ മുന്നിൽ കൂടെ നിത്യ ഒരു ഭാവഭേദവും ഇല്ലാതെ നടന്നു. അവളുടെ പിറകെ ഭദ്രനും. അതിലൊരുത്തി നിത്യയുടെ പുറകെ നടക്കാൻ തുടങ്ങി. ഇതറിഞ്ഞിട്ടും നിത്യക്ക് ഒരു ഭയം തോന്നിയില്ല. അവളെ പിടിക്കാനായി അവൻ കയ്യോങ്ങിയതും അവൻ തെറിച്ച് വീണിരുന്നു. ജീപ്പിലിരുന്ന് അവന്മാർ ഞെട്ടി എഴുന്നേറ്റു. നിത്യ തിരിഞ്ഞു നിന്നു. അവളുടെ മുന്നിലായി ഭദ്രനും. ഭദ്രൻ ദേഷ്യം കൊണ്ട് മുഷ്ടി ചൂട്ടി പിടിച്ചു. നിത്യ ഒരു പൂച്ചച്ചിരിയോടെ ഭദ്രന്റെ പിറകിൽ നിന്നു. പിന്നെ അവിടെ പൂര ഇടിയായിരുന്നു. ഒരുത്തനെ പൊക്കിയെടുത്ത് നിലത്തടിച്ചും മൂക്കിനിട്ടിടിച്ചും വയറിൽ പഞ്ച് ചെയ്തും എല്ലാത്തിനെയും മടിച്ച് നിലത്തേക്കിട്ടു ഭദ്രൻ. പുന്നാര മക്കളെ, നീയൊക്കെ ഇനി കാഴപ്പ് മൂത്ത് ഏതെങ്കിലും പെൺപിള്ളേരെ കേടിപ്പിടിച്ചെന്ന് ഞാൻ അറിഞ്ഞാ നിന്റെയൊക്കെ മാറ്റത് ഞാൻ വെട്ടി പാട്ടിക്കിട്ട് കൊടുക്കും, കേട്ടോടാ? ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അവിടുന്ന് നടന്നു പോയി. അവിടെ അടികൊണ്ട് കിടന്നവരെ നോക്കി കാർക്കിച്ച് തുപ്പിയിട്ട് നിത്യയും ഭദ്രന്റെ പിറകെ നടന്നു. ആദ്യം നന്ദയും വീടിനകത്തേക്ക് കയറിപ്പോയി. നിഗൂഢമായ ചിരിയോടെ വിഷ്ണു ഗേറ്റിന് മുന്നിൽ നിന്നു. അപ്പോൾ ഒറ്റക്കായാലും ഇവർ നേരിടും. ആദി, ഞാനും നീയും തമ്മിലുള്ള ബന്ധം നിനക്ക് അറിയില്ല, അറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷ്ണു കാറിൽ കയറിയത് സ്റ്റാർട്ട് ചെയ്തു പോയി. ആദ്യേട്ടാ, ആദ്യേട്ടൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? നന്ദ ഹാളിലെ സോഫയിൽ നിന്ന് കൊണ്ട് ചോദിച്ചു. ഏയ്, പ്രേമിക്കുന്ന എന്തിനാ നന്ദേ? ആദ്യ ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാ, നന്ദ പറഞ്ഞു. ആദ്യം നന്ദയെ ഒന്ന് നോക്കിയിട്ട് മൂളി. എൻ്റെ മോനെ കണ്ടുപിടിച്ചോ? അയാൾ ചോദിച്ചു. ഇല്ല സർ, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫോട്ടോ പോലും ഇല്ലാതെ. ആദ്യം തിരിച്ചു പറഞ്ഞു. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവൻ പോയതോ ഇപ്പം എവിടെയാണെന്നോ എനിക്കറിയില്ല. അയാളുടെ വാക്കുകൾ ഇടറിയിരുന്നു. സാറ് വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം അയാൾ ആശ്വസിച്ചു. അയാളൊന്ന് മൂളി. എന്നാൽ ഇതെല്ലാം ഒരു വാതിലിനപ്പുറം നിന്ന് ഒളിഞ്ഞു കേട്ട് അവൻ്റെ ചുണ്ടിലൊരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. അവനൊന്ന് വിഷ്ണു ഒന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. വിഷ്ണു കോൾ എടുത്തതും അവൻ പുറത്തേക്ക് നടന്നു. ഹലോ ഹരി, പറയടാ. ഹലോ, എടാ മോനെ വിഷ്ണു, അവൻ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് ആജി പറഞ്ഞു. ഹരി പറഞ്ഞു. നീ ഒളിഞ്ഞിന്ന് കേട്ടതാവൂല്ലേ?
വിഷ്ണു ചോദിച്ചു. അതെ, നീ അവനെ കണ്ടോ? ഹരി ചോദിച്ചു. അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം, നീ ആ കിളവൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. വിഷ്ണു അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഹരി നിഗൂഢമായ ചിരിയോടെ ഫോണ് പോക്കറ്റിലേക്ക് വെച്ച് അയാളുടെ അടുത്തേക്ക് നടന്നു. ഭദ്രൻ മുന്നിലും നിത്യ പിന്നിലുമായി നടന്ന് ഓട്ടോയുടെ മുന്നിലെത്തി. ഓട്ടോയിൽ കയറി ഭദ്രൻ പറഞ്ഞു, ചേട്ടാ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടോ. ഭദ്രൻ പറഞ്ഞു. നിത്യയും ഓട്ടോയിൽ കയറിയിരുന്നു. അയാൾ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. കുറച്ച് നേരത്തിന് ശേഷം ബസ് സ്റ്റാൻഡിലെത്തി. ഓട്ടോക്കാരന് കാശ് കൊടുത്തു. ഭദ്രൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ബുള്ളറ്റിൻ്റെ കീ എടുത്തുകൊണ്ട് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. നിത്യയും അവൻ്റെ പിന്നാലെ നടന്നു. ഇതേ സമയം നിത്യയെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു പെൺകുട്ടി ഓടി വന്നു. ശിവേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഭദ്രൻ്റെ അടുത്തേക്ക് ഓടി. തിരിഞ്ഞു നോക്കിയ ഭദ്രൻ അവളെ കണ്ട് ഞെട്ടുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ടു നിന്ന നിത്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഹൃദയം പറയുന്ന വേദനയോടെ തിരിഞ്ഞു നടന്നിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ട സന്തോഷത്തിൽ ഭദ്രൻ നിത്യ പോകുന്നത് കണ്ടില്ല.